സംസ്ഥാനത്തെ സ്കൂളുകളിൽ മതാചാരപ്രകാരം നടത്തുന്ന ചടങ്ങുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ മതവിഭാഗത്തിലും ഉൾപ്പെടുന്ന കുട്ടികൾക്ക് പറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമം. പ്രാർത്ഥനാഗാനം ഉൾപ്പെടെ പരിഷ്കരിക്കുന്നതും ആലോചനയിലുണ്ട്. വിശദമായ പഠനം നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനം. ഗോപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, ഗുഡ് മോർണിംഗ് ഗോപാൽ. ഒരിക്കൽ കൂടി, അപ്പോൾ മതാചാര ചടങ്ങുകളൊക്കെ സ്കൂളിൽ നിന്ന് പുറത്തു പോകും, അതിൽ പ്രാർത്ഥനാഗാനമടക്കം പരിഷ്കരണത്തിന് വിധേയമാകും എന്നാണ് പറയുന്നത്. മനസ്സ് നന്നാവട്ടെ തുടങ്ങിയ പാട്ടുകളൊക്കെ നമ്മൾ പണ്ട് പാടി കേട്ടിരുന്നു, മതേതര പാട്ടുകളായിട്ട്. അപ്പോൾ സമ്പൂർണ്ണ മതേതരമാകാനാണ് ഇപ്പോൾ ശ്രമം, അല്ലേ? ഡോക്ടർ അരുൺ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉയർന്നു വരുന്ന ചില സംഭവങ്ങൾ, അതിപ്പോൾ ഏറ്റവും അവസാനം വന്ന പാദപൂജയാണെങ്കിലും സ്കൂൾ സമയമാറ്റമാണെങ്കിലും സൂംബയാണെങ്കിലും എല്ലാം തന്നെ മതവിഭാഗങ്ങളുടെ ഇടപെടൽ, മതസംഘടനകളുടെ ഇടപെടൽ വല്ലാണ്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ വർദ്ധിക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആലോചനയിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുന്നത്. അതായത് സംസ്ഥാനത്തെ സ്കൂളുകളിലെ മതാചാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ, മതപരമായ ഉള്ളടക്കം എന്നിവയിൽ കൃത്യമായ ഒരു പൊതു മാനദണ്ഡം കൊണ്ടുവരാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. അനാവശ്യമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ചട്ടവിരുദ്ധമായ രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലേക്കുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് നിയന്ത്രിക്കും. അതിനോടനുബന്ധിച്ച് തന്നെ പലയിടങ്ങളിലും ഉള്ള ചില രീതികളിൽ മാറ്റം വരുത്താനും വിദ്യാഭ്യാസ വകുപ്പ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു, പല കാര്യങ്ങളും അവസാന ഘട്ടത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി അത് ഗുരുതര സ്വഭാവത്തിലേക്ക് എത്തുമ്പോൾ മാത്രം കടക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഇതിനുവേണ്ടി തയ്യാറാക്കാനുള്ള ആലോചനകൾ പുരോഗമിക്കുകയാണ്. സ്കൂളുകളിലെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരോ മതത്തിൽ ഉൾപ്പെട്ടവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന തരത്തിലേക്കോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാകുന്ന തരത്തിലേക്കോ ഉള്ള മത ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ അത് ഒഴിവാക്കുന്നതിന്റെ സാധ്യതയാണ് ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നത്. ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ അജണ്ട. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ശാസ്ത്രീയമായ മനോവൃത്തി, മാനവികത, അന്വേഷണത്വര ഇതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ശാസ്ത്രീയമായ മനോവൃത്തിക്ക് മുന്നിൽ ബാക്കിയൊന്നും നിൽക്കില്ല എന്നുള്ളതാണ്. അതേസമയം മൂല്യങ്ങൾ പഠിപ്പിക്കുന്നതിന് മറ്റു വഴികൾ തേടുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം.